ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷന് ശേഷം ടീമുകളുടെ സ്കോഡ് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒന്നാമത്തെ എപ്പിസോഡായിട്ട് RCBയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ കംപ്ലീറ്റ് സ്കോഡ് നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ട്. സോ ഇപ്പോഴെത്തിയിട്ടുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ്, അല്ലെങ്കിൽ രണ്ടാം എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ IPL 2025 സീസണിലേക്കുള്ള അവരുടെ സ്കോഡ്, IPL ഓപ്ഷന് ശേഷമുള്ള അവരുടെ സ്കോഡ് എങ്ങനെയാണെന്നാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം ഇത്തവണ 5 താരങ്ങളെയായിരുന്നു നിലനിർത്തിയത്. ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവിനെയും രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയ്ക്കുമൊപ്പം തിലക് വർമ്മയെ കൂടിയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇത്തവണ IPL ഓപ്ഷന് വേണ്ടി റീറ്റെയിൻ ചെയ്തത്. സോ IPL ഓപ്ഷൻ കഴിയുമ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിൽ 23 പ്ലെയേഴ്സാണ് എത്തിയിട്ടുള്ളത്. സോ IPL 2025 ഓപ്ഷന് ശേഷം മുംബൈ ഇന്ത്യൻസ് 23 പ്ലെയേഴ്സുമായിട്ടാണ് IPL സീസണിലേക്ക് പോകാൻ പോകുന്നത്. സോ മുംബൈയുടെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിവരെ മുംബൈ നേരത്തെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിലൂടെ ട്രെൻറ്റ് ബോൾട്ടിനെ, നമുക്കറിയാം മുംബൈയുടെ പഴയ പേസ് ബോളറായിരുന്ന ട്രെൻറ്റ് ബോൾട്ടിനെ അവർ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. 12.5 കോടി രൂപയ്ക്കാണ് ബോൾട്ടിനെ, ന്യൂസിലാൻഡ് പേസറെ, മുംബൈ ഇന്ത്യൻസ് തിരികെ തങ്ങളുടെ സ്കോഡിലേക്ക് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിരുന്നു ട്രെൻറ്റ് ബോൾട്ട്. ഒപ്പം നമൻ ധീറിനെ 5.25 കോടി രൂപയ്ക്ക് മുംബൈ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. റോബിൻ മിൻസിനെ 65 ലക്ഷം രൂപയ്ക്കും കരൺ ശർമ്മയെ 50 ലക്ഷം രൂപയ്ക്കും മുംബൈ വാങ്ങിയിട്ടുണ്ട്. ദീപക് ചഹാറിനെ, ഇന്ത്യൻ പേസറായിട്ടുള്ള ദീപക് ചഹാറിനെ 9.25 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയപ്പോൾ റയാൻ റിക്കൾട്ടൺ എന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്ററെ 1 കോടി രൂപയ്ക്കാണ് മുംബൈ ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. SA-20 ലീഗിലടക്കം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാറ്ററാണ്, വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് റയാൻ റിക്കൾട്ടൺ. സോ 1 കോടി രൂപയ്ക്കാണ് ഇത്തവണ റിക്കൾട്ടനെ മുംബൈ സ്വന്തമാക്കിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായിട്ടുള്ള അല്ലാ ഗസൻഫാറിനെ 4.8 കോടി രൂപയ്ക്കും, വിൽ ജാക്സൺ, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ RCBയുടെ കീ പ്ലെയറായിരുന്ന ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിൽ ജാക്സനെ ഇത്തവണ 5.25 കോടി രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. RCB അദ്ദേഹത്തിന് വേണ്ടി RTM യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അശ്വനി കുമാറിനെ അടിസ്ഥാന വിലയായി 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയപ്പോൾ മിച്ചൽ സാറ്റ്നറിനെ, ന്യൂസിലാൻഡ് സ്പിന്നറായിട്ടുള്ള മിച്ചൽ സാറ്റ്നറിനെ 2 കോടി രൂപയ്ക്കാണ് മുംബൈ ഇത്തവണ വാങ്ങിയിട്ടുള്ളത്. ഒപ്പം റീസ് ടോപ്പിലെ 75 ലക്ഷം രൂപയ്ക്കും മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. KL ശ്രീജിത്തിന് അടിസ്ഥാന വിലയായിട്ടുള്ള 30 ലക്ഷം രൂപയ്ക്കും, രാജ് ഭാവയെ 30 ലക്ഷം രൂപയ്ക്കും, ബവൺ ജേക്കബ്സിന് 30 ലക്ഷം രൂപയ്ക്കും മുംബൈ വാങ്ങിയിട്ടുണ്ട്. വെങ്കട പ്രമേറ്റ്സയ്ക്ക് 30 ലക്ഷം രൂപയും, അതുപോലെ അർജുൻ ടെണ്ടുൽക്കർ 30 ലക്ഷം രൂപയ്ക്ക് മുംബൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലിസാർഡ് വില്യംസിനെ 75 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയ മുംബൈ ഇന്ത്യൻസ് ഒരു മലയാളി പ്ലെയറെ കൂടി ഇത്തവണ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിഘ്നേഷ് പുത്തൂറിന് അടിസ്ഥാന വിലയായിട്ടുള്ള 30 ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ IPL 2025 സീസണിലേക്കുള്ള സ്കോഡ് എന്ന് പറയുന്നത്. 23 പ്ലെയേഴ്സാണ് ഓപ്ഷന് ശേഷം അവരുടെ സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 5 താരങ്ങളായിരുന്നു അവർ റീറ്റെയിൻ ചെയ്തത്. 18 പ്ലെയേഴ്സിനെ ഓപ്ഷൻ ടേബിളിലൂടെ അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.